ഒരു അർത്ഥമില്ലാണ്ടായി ഇപ്പൊ ഞാൻ അവിടെ പോയി നിന്നതിന് ശേഷം ഇതിൽ കൊടുക്കുന്ന ഒന്നാമത്തെ പേപ്പർ ഷെയർ ബ്രില്യന്റിൽ കൊണ്ടാക്കിയ സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ടായി. പിന്നെ എന്തിനാ ഈ കോച്ചിങ് സെന്ററിൽ പോയി ചേർന്നെന്നുള്ളത്, എന്തിനാണ് വഴക്ക് പറയുന്നത്. എനിക്ക് കിട്ടിയ ഹോസ്റ്റൽ ഇതാ ഗൈസ് 2-3 കിലോമീറ്റർ അപ്പുറത്താണ്. റിസൾട്ട് വായിച്ചത് ബാച്ചിൽ വന്നിട്ട് ഇവർ ക്യാഷ് പ്രൈസസ് തരും നമുക്ക്. കോമ്പറ്റീഷൻ ഇങ്ങനെ വർഷം തോറും നീച്ചിനെ കൂടി വരികയാണ്. നമ്മളെ ബ്രില്യന്റ് തന്നെ കുറെ ബാച്ചസ് ആക്കും. വീക്ക്ലി എക്സാംസ് ആയിട്ട് നടത്തും. നമ്മളിങ്ങനെ എക്സാം ഉണ്ടല്ലോ എന്നാലോചിച്ച് വേഗം കഴിച്ചു. Hello everyone, welcome back to my YouTube channel. So this is Fida Hamza and I'm a final year MBBS student at Alappuzha Medical College. നമ്മുടെ ലൈഫിൽ കുറച്ച് സംഭവങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നടന്നു പോകുമ്പോഴും നമുക്ക് ആ സമയത്ത് ഒരു സ്വീറ്റ് മെമ്മറി തന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാധനം ബ്രില്യന്റ് ആയിരുന്നു. ബ്രില്യന്റ് പാലയിൽ പോയതിനു ശേഷം എന്റെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു മെച്യൂരിറ്റി ഒക്കെ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് എനിക്ക് ബ്രില്യന്റിനെ പറ്റി ആലോചിക്കുമ്പോൾ എപ്പോഴും നല്ല മെമ്മറിയാണ് ഉണ്ടാവുക. ഒരിക്കലും ഒരു ചീത്ത മെമ്മറി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവൻ ദോ എനിക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് നീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിലും റിപ്പീറ്റ് ചെയ്തപ്പോഴും നീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിലും ഇപ്പോഴും ബ്രില്യന്റിന്റെ ആ ഓർമ്മ അറിയുമ്പോൾ ഒരിക്കലും മോശമല്ല കേട്ടോ. കാരണം ബ്രില്യന്റ് അത്രയും നല്ലൊരു ഫെസിലിറ്റീസും അത്രയും നല്ലൊരു എൻവയോൺമെന്റ് ആയിരുന്നു എനിക്ക് തന്നത്. എനിക്കെന്നല്ല, അവിടെ ചേരുന്ന എല്ലാ പിള്ളേർക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം വന്നിരിക്കുന്നത് എന്റെ ബ്രില്യന്റിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് പറയാനായിരുന്നു. 2 വർഷം ഞാൻ ഓഫ്ലൈൻ ആയിട്ടാണ് അവിടെ പഠിച്ചത്, 1 വർഷം ഞാൻ ഓൺലൈൻ ആയിട്ടാണ് പഠിച്ചത്. അപ്പം ലാസ്റ്റ് വർഷത്തിനെ പറ്റി അത്ര എനിക്ക് പറയാനുണ്ടാവില്ല. ആദ്യത്തെ 2 വർഷത്തിനെ പറ്റിയാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്നും മറന്നുപോകരുത്. അപ്പൊ ടോപ്പിക്കിലേക്ക് കടക്കാം. ബ്രില്യന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും ഒരു പുതിയ ഓർമ്മയില്ല. കാരണം ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഡോക്ടർ ആവണം എന്നുള്ളൊരു സ്വപ്നം മുന്നിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ബ്രില്യന്റിൽ പോയിട്ടുണ്ടായി. എന്റെ സിസ്റ്ററിനെ ബ്രില്യന്റിൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ചേർത്താൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയത്. സോ ആ സമയത്ത് ഞാൻ എന്റെ ദീദിയുടെ കൂടെ പോകുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഒരു അമ്യൂസ് ചെയ്ത സ്ഥലമാണ് ബ്രില്യന്റ് എന്ന് പറയുമ്പോൾ. നമ്മൾ ഈ ബ്രില്യന്റ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യമേ കേട്ടത് എങ്ങനെയായിരുന്നു, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും, ഭയങ്കര ഒബീഡിയന്റ് ആയിട്ട് നമ്മൾ ജീവിക്കണം, ഭയങ്കര ഒരു വൃത്തികെട്ട എൻവയോൺമെന്റ് ആയിരിക്കും, നമുക്കൊരു പഠിക്കാനുള്ള എൻവയോൺമെന്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല നമ്മൾ വിചാരിച്ചു. പക്ഷെ ഒരു 7ാം ക്ലാസ്സുകാരിനെ സംബന്ധിച്ചിടത്തോളം +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ ഒരു ഫ്രീഡം നമുക്ക് മുന്നേ തോന്നൂലേ. അത് പണ്ട് തൊട്ടേ നമ്മൾ അങ്ങനെയാണ്. ചെറുപ്പത്തിൽ നമുക്ക് വലിയ ആളുകളെ കാണുമ്പോൾ ഭയങ്കര ഫ്രീഡം തോന്നും. അതോ ഫ്രീഡം കൊടുക്കാത്ത സ്ഥലമാണെങ്കിലും ഫ്രീഡം കൊടുത്ത സ്ഥലമാണെങ്കിലും. ഈ കേസിൽ ഫ്രീഡം കൊടുത്ത സ്ഥലമൊക്കെ തന്നെ ആയിരുന്നു ബ്രില്യന്റ്. പക്ഷെ 7ാം ക്ലാസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അത് തോന്നുന്നില്ല, എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം അതൊരു പൊട്ടത്തരായിരുന്നു. കാരണം ചെറുപ്പത്തിൽ നമുക്ക് എപ്പോഴും വലിയ ആളുകളാവാനാ തോന്നുക. ആ ഒരു വലിയ ആളുകളാവാനുള്ള ഒരു തോന്നൽ മാത്രമായിരുന്നു എനിക്ക് അപ്പോൾ ഉണ്ടായത് ആക്ച്വലി. പക്ഷെ ഞാൻ എന്നും എന്റെ ദീദിനെ കാണാൻ പോകുമ്പോൾ എക്സൈറ്റ്മെന്റിലേ പോയിട്ടുണ്ടായിരുന്നു. കോട്ടയത്ത് പാല വരെ പോകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ അന്ന് അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. എന്ന് എനിക്കതൊരു വലിയൊരു യാത്രയായിരുന്നു, നല്ലൊരു ട്രാവലിംഗ് ആയിരുന്നു ദീദിനെ കാണാൻ പോകുന്നത്. പക്ഷെ റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ബ്രില്യന്റ് എന്ന സ്ഥലം അമ്യൂസ്ഡ് ആവാനുള്ള സ്ഥലം മാത്രമൊന്നുമല്ല, അവിടെ നമുക്ക് സ്ട്രെസ് അടിക്കേണ്ടി വരും, ടെൻഷൻ അടിക്കേണ്ടി വരും, പേടിക്കേണ്ടി വരും. ഇതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കിയത്. പക്ഷെ അത് ബ്രില്യന്റിന്റെ പ്രശ്നമല്ല. നമ്മൾ എപ്പോൾ എൻട്രൻസ് കോച്ചിങ് ചെയ്യുമ്പോഴും ഈ ഒരു ഫേസിലൂടെ ഒക്കെ തന്നെ ആയിരിക്കും നമ്മൾ കടന്നു പോകാൻ, നിങ്ങൾക്കും അറിയാം. സോ എന്റെ ദീദി ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു റിപ്പീറ്റ് ചെയ്തത്. ആ സമയത്ത് അവക്ക് മേരി ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലിലായിരുന്നു കേട്ടോ കിട്ടിയത് അഡ്മിഷൻ. ആ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ആ ഹോസ്റ്റൽ ഒരു ഭയങ്കര നല്ല ഹോസ്റ്റലായിരുന്നു. അത് പുതിയതുണ്ടാക്കിയ ഹോസ്റ്റലാണ്. അവള് വന്നപ്പോ തന്നെ അവിടെ ഉണ്ടാക്കി ഫസ്റ്റ് തന്നെ അവരാണ് അവിടെ കയറുന്നത്. അപ്പൊ ഒരു പുതിയ ഹോസ്റ്റലിൽ നമുക്ക് നിൽക്കാൻ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര നല്ലതായിരിക്കില്ലേ. കാര്യം ഒരു പുതിയ വീട്ടിലേക്ക് കയറുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. എല്ലാം പുതിയതായിരിക്കും. നമ്മളൊരു ഹോസ്റ്റൽ പുതിയതായി തുടങ്ങുമ്പോൾ ആ ഹോസ്റ്റൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഇയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആ ഒരു ട്രിപ്പ് വരുന്ന ആ ബാച്ച് ആയിരിക്കും. അതായത് ഫസ്റ്റ് ഇയർ ഉണ്ടാവില്ലേ, ആ ഒരു ഇയർ ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടാവുക. അപ്പൊ എന്റെ ദീദിക്കും അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായി. ഫസ്റ്റ് തന്നെ ആ മേരി ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലിൽ പോയി ചേരാൻ പറ്റി. അപ്പം എനിക്ക് വേറെ ഹോസ്റ്റലിനെ പറ്റിയൊന്നും അധികം അറിയില്ല. എന്റെ മുന്നിൽ മേരി ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു ഹോസ്റ്റലാണ് ഏറ്റവും ബെസ്റ്റ് ഹോസ്റ്റൽ. ആ ഒരു ഹോസ്റ്റലിനെ പറ്റി ഞാൻ അറിയുന്നുള്ളൂ. അതാണ് ബ്രില്യന്റിന്റെ ഏറ്റവും ബെസ്റ്റ് ഹോസ്റ്റൽ ആ സമയത്ത്. അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് ബ്രില്യന്റിനെ പറ്റിയുള്ള ഒരു അറിവ്. പിന്നെ അവൾ ഓരോന്ന് വിളിച്ചു പറയും, അവിടുത്തെ എക്സാംസിനെ പറ്റി വിളിച്ചു പറയും, അവൾക്ക് റാങ്ക് കിട്ടുന്നതിനെ പറ്റി വിളിച്ചു പറയും. അവള് ഓൾമോസ്റ്റ് എപ്പോഴും നല്ലൊരു റാങ്കിന്റെ ഇടയിൽ തന്നെ വരുമായിരുന്നു. സോ അവൾ ആ നല്ല പാട്ട് മാത്രം എപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടു. സോ എന്റെ ഒരു മനസ്സിൽ എങ്ങനെ വെച്ചാൽ ആ ബ്രില്യന്റ് പോയി റിപ്പീറ്റ് ചെയ്യാം. +2 കഴിഞ്ഞാൽ ഫസ്റ്റ് ചാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ബ്രില്യന്റ് പോയി റിപ്പീറ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു സംഭവം മനസ്സിൽ വന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ റിപ്പീറ്റ് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് ഫസ്റ്റ് ചാൻസ് കിട്ടണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ വിധി എന്നെ റിപ്പീറ്റിലേക്ക് എത്തിച്ചു. റിപ്പീറ്റ് മാത്രമല്ല, റിപ്പീറ്റിലേക്ക് എത്തിച്ചു, സൂപ്പർ റിപ്പീറ്റിലേക്ക് എത്തിച്ചു. എല്ലാ സമയത്തും ബ്രില്യന്റിനെ ഞാൻ എത്രത്തോളം ആഗ്രഹിച്ചു അത്രയും ഞാൻ ബ്രില്യന്റിൽ പഠിക്കേണ്ടി വന്നു. സോ അന്ന് 2013 ദീദിക്ക് നീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞ് അവരുടെ വിക്ടറി ഡേ ഒക്കെ കൂടി കഴിഞ്ഞിട്ട് പിന്നെ ബ്രില്യന്റിലേക്ക് പോയത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ എന്റെ ബ്രില്യന്റ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാണ്. സോ എനിക്ക് അവിടെ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് റിപ്പീറ്റിന്റെ കഥ കേട്ടോ ഇത് പറയുന്നത്. റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പം എനിക്ക് അവിടെ കിട്ടിയ ഹോസ്റ്റൽ മേരി ഗോൾഡ് അല്ലായിരുന്നു, ഹണി കോംബായിരുന്നു. ആ സമയമാകുമ്പോഴേക്കും 2013 ഒരു കോമ്പറ്റീഷൻ ഒന്നുമല്ല. കോമ്പറ്റീഷൻ ഇങ്ങനെ വർഷം തോറും നീച്ചിനെ കൂടി വരികയാണ്.
സോ എനിക്ക് അപ്പം മേരി ഗോൾഡ് കിട്ടിയിട്ടില്ലായിരുന്നു. അതിന്റെ ചെറിയൊരു സങ്കടമല്ല, അതിന്റെ വലിയൊരു സങ്കടം തന്നെ എനിക്കുണ്ട്. മാത്രമല്ല ഹണികോംബ് എന്ന് പറഞ്ഞ ഈ ഹോസ്റ്റല് ബ്രില്യന്റിൽ നിന്ന് കുറച്ചൊരു 2-3 കിലോമീറ്റർ അപ്പുറത്താണ്. കാരണം ഞങ്ങൾ എപ്പോഴും ബസ്സിന് പോവേണ്ടി വരും അങ്ങോട്ടേക്ക്. കൊട്ടാരമറ്റം എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു ഈ ഹണികോംബ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്യാമ്പസ്, ബ്രില്യന്റ് ക്യാമ്പസ് മുത്തോലി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താണ് കൊട്ടാരമറ്റം എന്ന് പറഞ്ഞ സ്ഥലം. കൊട്ടാരമറ്റം എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ നല്ലതാണ്, ആ ഹണികോംബ് സിറ്റുവേറ്റ് ചെയ്ത സ്ഥലവും നല്ലതാണ്. പക്ഷെ നമ്മളൊരു കോളേജിലല്ലല്ലോ പഠിക്കുന്നത്, നമ്മളൊരു എൻട്രൻസ് കോച്ചിങ് സെന്ററിലല്ലേ പഠിക്കുന്നത്. അപ്പൊ നമ്മളെ ഹോസ്റ്റലിൽ മാത്രം ഇട്ടാ വളർത്തുക. അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മൾ അവിടെ പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹോസ്റ്റൽ എങ്ങനെയായിരുന്നു ഉള്ളത് എന്നാണ്. ഹോസ്റ്റലിലെ ഫുഡ്, ഹോസ്റ്റലിലെ വൃത്തി, ഹോസ്റ്റലിലെ റൂമുകൾ, ഹോസ്റ്റലിലെ റൂംമേറ്റ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക. പക്ഷെ ഞാൻ പറഞ്ഞത് സെക്കൻഡറി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ഭാഗങ്ങളൊക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹണികോംബ് കിട്ടിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു എന്താണ്, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തൊരു സാധനം നമുക്ക് കിട്ടിയില്ല എന്ന് വരുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവില്ലേ, ആ ഒരു സംഭവമാണ് ഈ കേസിൽ എനിക്ക് ഉണ്ടായത്. പക്ഷെ ഞാൻ എന്റെ ഫേറ്റ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഹണികോംബിലാണെങ്കിൽ സാരില്ല, എവിടെ കിട്ടിയാലും നമ്മൾ പഠിച്ച് നമുക്ക് നീറ്റ് കിട്ടുന്നതിലല്ലേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അങ്ങനെ ഞാൻ ആലോചിച്ച ഹണികോംബിലോട്ട് ഞാൻ പോയി. ഹണികോംബ് എന്ന ഹോസ്റ്റൽ എനിക്ക് വളരെ നല്ലൊരു മെമ്മറി തന്നിട്ടുണ്ടായി. ആ ഒരു ചിന്താഗതിയൊക്കെ എന്നെ മാറ്റിമറിച്ചതാണ്. അതായത് ഞാൻ അവിടെ പോകുമ്പോൾ എത്രമാത്രം ഞാൻ സങ്കടപ്പെട്ടാണ് പോയത്, അതിനൊന്നും ഒരു അർത്ഥമില്ലാണ്ടായി ഇപ്പൊ ഞാൻ അവിടെ പോയി നിന്നതിന് ശേഷം. ഫസ്റ്റ് എന്നെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ബ്രില്യന്റിൽ കൊണ്ടാക്കിയ സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ടായി. എനിക്ക് പപ്പയും അമ്മയും പോകുന്നത് കാണാനേ പറ്റില്ല. കാരണം ഞാൻ അവരെ വിട്ട് ഞാൻ എവിടെയും നിന്നിട്ടില്ല. എന്റെ വീടിന്ന് പോലും ഞാൻ വേറെ എവിടേക്കും മാറി നിന്നിട്ടില്ല. അതായത് വേറൊരു വീട്ടിൽ പോയി നിൽക്കുക അതുപോലും ഞാൻ ചെയ്യാറില്ല. എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ തന്നെ നിന്ന് ശീലമായി പോയി. അപ്പൊ എനിക്ക് ഉമ്മാനെയും പപ്പാനെയും വിട്ട് നിൽക്കാൻ അത്രയും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഹോം സിക്നെസ് നല്ലോണം ഉണ്ടായി. ആ ഹോം സിക്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര നമ്മുടെ പുതിയ റൂംമേറ്റ്സിനോ ഹോസ്റ്റൽ മേറ്റ്സിനോ പരിചയപ്പെട്ടാലും പോവൂല. പക്ഷെ രണ്ടാമത്തെ ദിവസം തൊട്ട് കഥ മാറാൻ പോവാണ്. നമ്മൾ ക്ലാസ്സിൽ പോകും, പിന്നെ നമ്മൾ കുറച്ചുകൂടെ ക്ലാസ്സിലെ കാര്യങ്ങളും നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടാവും റൂംമേറ്റ്സിന്റെ അടുത്തും പിന്നെ ഹോസ്റ്റൽ മേറ്റ്സിന്റെ അടുത്തും ഒക്കെ. അപ്പം നമ്മൾ ആ ഒരു ഇതിലേക്കായി. പിന്നെ കുറച്ചും കൂടെ റൂംമേറ്റ്സിനെ പരിചയപ്പെടാൻ തുടങ്ങും, ഹോസ്റ്റൽ മേറ്റ്സിനെ പരിചയപ്പെടാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഞാൻ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ സംസാരിക്കായിരുന്നു ആ കാലത്ത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓരോരുത്തരെ പരിചയപ്പെടുന്നതും അത്രയും വലിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഓരോരുത്തരുടെ വീടും ഓരോരുത്തരുടെ സ്ഥലവും ഓരോരുത്തരുടെ ഫാമിലിനെ പറ്റി എനിക്ക് അത്രയും ഓർമ്മ ഉണ്ടായി. കാരണം ഞാൻ അത്രയും നേരം ഒരാളടുത്ത് സംസാരിക്കായിരുന്നു. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു 350 കുട്ടികളുടെ കയ്യിൽ 300ഓളം കുട്ടികൾ എനിക്ക് അറിയായിരുന്നു ഹണികോംബിൽ. അപ്പൊ ഞാൻ ആ സമയത്ത് ഈ മെസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഒത്തിരി സംസാരിക്കായിരുന്നു. മെസ്സിൽ പോകുമ്പോൾ ഞാൻ ഫുഡിനെക്കാട്ടി നോക്കിയ ആളുകളായിരുന്നു. കാരണം ആരൊക്കെയാണ് എന്റെ അടുത്ത് വന്നിരിക്കുന്നത്, ആരൊക്കെയോട് സംസാരിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും ചിന്തിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ആകെ ഇത്തിരി സമയം ബ്രേക്ക് ഉണ്ടാവും, പക്ഷെ ഇത്തിരി സമയം ബ്രേക്ക് ആണെങ്കിൽ സംസാരിക്കുന്ന ഒരു 1000 കാര്യങ്ങളായിരിക്കും. അപ്പം ആദ്യത്തെ ഒരു കാലഘട്ടമൊക്കെ അങ്ങനെയായിരുന്നു, പരിചയപ്പെടലുകളും റൂംമേറ്റ്സിനെ പരിചയപ്പെടലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ആദ്യം തന്നെ സത്യം പറഞ്ഞാൽ ഈ മെസ്സിൽ നമുക്ക് ആദ്യത്തെ ഒരാഴ്ച നമുക്ക് ഫുഡിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും പുതിയ ഫുഡിനോട് എക്സ്പോസ്ഡ് ആവാം, നല്ലതാണോ ചീത്തയാണോ നമുക്ക് പൊതുവെ പറയാൻ പറ്റില്ല. ഈ ഹോസ്റ്റൽ ഫുഡ് നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടാതെ വരുന്നത് അതിന് മടുപ്പ് വരുമ്പോഴാണ്. ഫുഡിന്റെ ടേസ്റ്റ് കാരണം മാത്രമല്ല നമുക്ക് ഒരിക്കലും ഹോസ്റ്റൽ ഫുഡിനെ പറ്റി നമ്മൾ എപ്പോഴും കുറ്റം പറയുന്നത്. ഹണികോംബിന്റെ കേസ് വരുമ്പം എനിക്ക് അവിടുത്തെ ഫുഡ് ആദ്യത്തെ ഒരാഴ്ച ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. എനിക്ക് ഭയങ്കര മോശമായി തോന്നിയില്ല. ഇനിയിപ്പോ അവർ ആദ്യത്തെ ആഴ്ച വളരെ നന്നായിട്ട് ഫുഡ് വെച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇറ്റ് വാസ് ഗുഡ്. ഓക്കെ. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞ് പോയപ്പോഴേക്കും എനിക്ക് പറ്റാണ്ടായി. എന്ന് വെച്ചാൽ അവിടുത്തെ സാമ്പാർ ഒരുമാതിരി വെള്ളം പോലെയും അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. എന്നാലും നമുക്ക് ഒപ്പിക്കാം. എന്ന് വെച്ചാൽ ഭയങ്കര മോശവും വായിൽ വെക്കാൻ കൊള്ളാത്തതുമായിട്ടുള്ള ഫുഡൊന്നുമില്ല കേട്ടോ. ചില ഫുഡുകൾ ഭയങ്കര മോശമായിരുന്നു. പിന്നെ ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഒരു കൾച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. എന്ന് വെച്ചാൽ ഈ കോട്ടയത്തോട്ട് വരുമ്പോൾ നമുക്കൊരു കൾച്ചർ ഡിഫറൻസ് വരില്ലേ, ഫുഡിന്റെ രീതിക്ക് വ്യത്യാസം വരും, ഫുഡിന്റെ ടേസ്റ്റിനും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് കുറച്ച് വ്യത്യാസം വരും. അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. കുറച്ചൊന്നുമല്ല, അത്യാവശ്യം നല്ലോണം ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് വീട് വിട്ട് നിൽക്കുന്നത് കാരണം ഉണ്ടായതാണ്, അല്ലാണ്ട് ബ്രില്യന്റ് ഉണ്ടാക്കിയതോ ഹോസ്റ്റൽ ഉണ്ടാക്കിയതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അങ്ങനെ ഹോസ്റ്റലിന്റെ കഥ അതാണ്. ബ്രില്യന്റിന്റെ ക്ലാസ്സിനെ പറ്റി പറയുമ്പം ബ്രില്യന്റിന്റെ റിപ്പീറ്റ് ക്ലാസ് എന്ന് പറയുമ്പം ഇറ്റ് വാസ് ലൈക്ക് ഞാൻ +1 +2 ഞാൻ കോച്ചിങ് എടുത്തിട്ടുണ്ടായി. അപ്പൊ ബേസിക്കലി കോച്ചിങ് എങ്ങനെയാണെന്ന് എനിക്കൊരു പുതിയ കാര്യമല്ല, കോച്ചിങ്ങിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ക്ലാസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഹൈ ലെവലായിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഞാൻ മുന്നേ പോയ കോച്ചിങ് സെന്റർ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഞാൻ കമ്പയർ ചെയ്യല്ല, പക്ഷെ ഞാൻ +1 +2 പഠിക്കുമ്പോൾ നമ്മൾ ഈ വീക്ക്ലി ക്ലാസ്സസിന് മാത്രം പോകില്ല, അങ്ങനെയായിരുന്നു പോയത്. അപ്പം മേ ബി ഫാസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് പോകും. പക്ഷെ ഈ ഒരു റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചുകൂടി വിശദീകരിച്ച് ക്ലാസ് എടുക്കുമല്ലോ. സോ ക്ലാസ്സസ് ഒക്കെ ശരിക്കും നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ പൊതുവെ ഒരു NCERT ബേസ്ഡ് മാത്രം പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒട്ടും പുറത്തുനിന്നുള്ള ക്ലാസ്സസ് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നീറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എക്സാമേ ഇല്ല. സത്യം പറഞ്ഞാൽ
ഞാൻ പഠിച്ചിരുന്ന ആ കാലം, അതായത് 2018 മുതൽ ആ ഒരു സമയത്താണ് ഞാൻ നീറ്റ് എഴുതിക്കൊണ്ടിരുന്നത്. ആ 2019-20 ആ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ NCERT ബേസ്ഡ് തന്നെയായിരുന്നു. എന്നാലും പറയാം അതിന് മുന്നേ NCERT ബേസ്ഡ് അല്ലായിരുന്നു, കുറച്ചെങ്കിലും പുറത്തു വരുന്നു. പക്ഷെ ഞാൻ പഠിച്ചിരുന്ന കാലം എക്സാക്ട്ലി ഒരു NCERT ബേസ്ഡ് തന്നെയായിരുന്നു. ആ ഒരു സമയം മുതലാണ് കംപ്ലീറ്റ്ലി NCERT തന്നെ, അതായത് ഒട്ടും പുറത്തുനിന്ന് വരാണ്ടൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടെന്ന് പറയാം. അപ്പം എനിക്ക് എന്ന് വെച്ചാല് എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. എന്ന് വെച്ചാല് കുറച്ച് എക്സ്ട്രാ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഒരു സെൽഫ് സ്റ്റഡി ഗേൾ ആണ്. എന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും ക്ലാസ് കേട്ട് പഠിക്കുക അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ സ്കൂള് വിട്ടതിന് ശേഷം ഞാനൊരു 10th സ്റ്റാൻഡേർഡ് വരെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ, ക്ലാസ് കേട്ട് പഠിക്കുക എന്നുള്ളത്. പിന്നെയൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ടീച്ചേഴ്സ് പറയുന്ന ക്ലാസ്സൊക്കെ ഞാൻ ക്ലാസ്സിൽ നന്നായിരിക്കും കേൾക്കും എന്നല്ലാതെ ഞാൻ ഒരിക്കലും അവർ പറയുന്ന ക്ലാസ്സോ അവർ പറയുന്ന നോട്ട്സോ ഒന്നുമല്ല പഠിക്കാറ്. ഞാൻ ഒറ്റയ്ക്ക് NCERT വായിച്ചെടുത്തുണ്ടാക്കുന്ന നോട്ട്സും ഒറ്റയ്ക്ക് NCERT എന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലായി ഞാൻ എത്രമാത്രം ഈ സെൽഫ് സ്റ്റഡിയും സെൽഫ് നോട്ട് ഉണ്ടാക്കുന്നതും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നതാണ് എന്നുള്ളത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ ഒരു പഠിക്കുന്ന ഒരു മെന്റാലിറ്റി ഇല്ലായിരുന്നു. പിന്നെ അന്നേരം ശരിക്കും നമുക്ക് ആരോഗ്യം പിന്നെ എന്തിനാ ഈ കോച്ചിങ് സെന്ററിൽ പോയി ചേർന്നത് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ബ്രില്യന്റ് പോയി ചേരാനുള്ള ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അവിടുത്തെ കോമ്പറ്റീഷൻ ആണ്. കേരളത്തിലൊരു വലിയ മെജോറിറ്റി ഓഫ് നീറ്റ് ആസ്പിരൻസ് തന്നെയാണ് ബ്രില്യന്റ് പാലയിൽ പോയി ചേർന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്രില്യന്റിൽ ഇത്രയും പിള്ളേരുണ്ടാകും. ബ്രില്യന്റ് പാലയിലും മാത്രമല്ല തേവരയിലും വേറെ സെന്റേഴ്സ് ഒക്കെ ബ്രില്യന്റിലുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടിയാണ് ഞാൻ പോയത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എക്സാംസ് എഴുതിയിട്ട് അതിന് റാങ്ക് മുകളിൽ വരിക, ആ ഒരു കോമ്പറ്റീഷൻ ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എന്താ പറയാ ഞാൻ ശരിക്കും ബ്രില്യന്റ് ചേർന്നത്. സത്യം പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. കാരണം നമ്മളെ ബ്രില്യന്റ് തന്നെ കുറെ ബാച്ചസ് ആക്കും. ഇപ്പം FEG അങ്ങനെയൊക്കെ കുറെ ബാച്ചസ് ഉണ്ടാവും. ഞാൻ F ബാച്ച് ആയിരുന്നു റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പം ഈ FEG അങ്ങനത്തെ കുറെ ബാച്ചസ് ഉണ്ടാവും. അപ്പൊ ഈ F തന്നെ F1 to F12 ഉണ്ടാവും. ഞാൻ F12 ആയിരുന്നു. അപ്പം ഈ F12 വരെയുള്ള ഒരു എക്സാം ഉണ്ടാവും. അതിൽ തന്നെ F9 to F12 ഒരു സെക്ഷൻ ആയിരിക്കും, അതിന്റെ ഒരു എക്സാം ഉണ്ടാവും. അപ്പൊ സെക്ഷൻസ് ആയിട്ട് എക്സാംസ് ഉണ്ടാവും. അപ്പം ആ 4 ക്ലാസ്സസ് കൂടിയുള്ള ഒരു ഡിവിഷൻ തന്നെ കുറെ പിള്ളേരുണ്ടാവും. അതായിരിക്കും വീക്ക്ലി എക്സാംസ് ആയിട്ട് നടത്തും നമുക്ക്. പിന്നെ ഉള്ളത് പറഞ്ഞാല് ചിലപ്പോൾ മന്ത്ലി എക്സാംസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് F മൊത്തം കൂടെ ഉള്ളത് ചിലപ്പം Fഉം Gയും അങ്ങനെ ഉണ്ടാവില്ലേ, Eയും ഒക്കെ കൂടിയിട്ട് നടത്തും. അപ്പം അത് വലിയ എക്സാം ആയിരിക്കും, മോഡൽ എക്സാംസ് ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഒക്കെ എക്സാംസ് കുറെ കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാല്. പക്ഷെ എന്റെ കേസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ക്ലാസ്സസിന് കറക്റ്റ് ആയിട്ട് പോകില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ NCERT ഒക്കെ ബേസ് ചെയ്തിട്ട് പോയതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് എന്റെ നീറ്റ് സ്റ്റോറി ആയിട്ട് പറയുമ്പോൾ ഞാൻ പറയാം. ഇതിപ്പോ ബ്രില്യന്റെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്റെ കാര്യമല്ലല്ലോ. സോ ബ്രില്യന്റിന്റെ കാര്യം. അപ്പം ഈ എക്സാംസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അവർ ക്ലാസ് ഓറിയന്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, മോർ ദാൻ NCERT ഓറിയന്റഡ്. നമ്മൾ ബ്രില്യന്റിന്റെ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ us. എന്ന് വെച്ചാൽ മോർ ഒരു NCERT-നേക്കാളും ആ ക്ലാസിന്റെ നോട്ട്സും ആ ക്ലാസിന്റെ മേ ബി ഈ ക്ലാസ് എടുക്കുന്ന സാറുമാരായിരിക്കും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ വേറെ കാര്യം ബ്രില്യന്റ് പറയാനുള്ളത് വെച്ചാൽ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അവിടെ ഓപ്ഷനിലാണ് നമ്മുടെ ഈ ക്ലാസിന്റെ ടൈം. ബ്രില്യന്റ് പറയുന്ന ഒരു സമയത്ത് തന്നെ നമ്മൾ ക്ലാസ്സിൽ പോകണം എന്നൊന്നുമില്ല. കുറെ ബാച്ചുകളുണ്ട്. 7:30 മുതൽ തുടങ്ങുന്ന ബാച്ച് ഉണ്ടാവും, 8 മണി മുതൽ തുടങ്ങുന്ന ബാച്ച് ഉണ്ടാവും, 8:30 മുതൽ തുടങ്ങുന്ന ബാച്ച് ഉണ്ടാവും. സോ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ചില ആൾക്കാർക്ക് 8 മണിക്ക് എണീക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് ആ ബാച്ചിന് ഓപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. നമ്മളിത് ചേരുന്ന സമയത്ത് തന്നെ നമുക്ക് ഏത് ടൈമിൽ തുടങ്ങുന്ന ബാച്ച് വേണം നമുക്ക് കൊടുത്താൽ മതി. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. അപ്പം അതാണ് അക്കാഡമിക്കലി എനിക്ക് പറയാനുള്ളത് ബ്രില്യന്റിന്റെ ക്ലാസ്സിനെ പറ്റി. പിന്നെ വേറെ കാര്യം എന്താന്ന് വെച്ചാല് ഈ സാറുമാരാണെങ്കിലും നമുക്ക് തരുന്ന ഷെഡ്യൂൾ ആണെങ്കിലും ഈ ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും ആരാണെങ്കിൽ തന്നെ ഒട്ടും ഒരു സ്ട്രിക്റ്റ് അല്ല. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഫ്രീഡം തരൂലേ, അങ്ങനെ ഒരു സ്ഥലമായിരുന്നു ബ്രില്യന്റ്. എന്ന് വെച്ചാല് നിങ്ങൾ ഇങ്ങനെ ചെയ്തേ തീരൂ അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല. കുറച്ച് നമുക്ക് അസൈൻമെന്റ്സ് ഒക്കെ തരും, അതിപ്പം നമ്മൾ എവിടെ പോയാലും നമുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരുമാതിരി ചിട്ടയോടെ വളർത്തുക അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ബ്രില്യന്റ്. ഇപ്പൊ സാറുമാരാണെങ്കിലൊക്കെ നമുക്കൊരു സ്പേസ് തരുന്നു നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഒരിക്കലും ബ്രില്യന്റ് തന്നിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് ബ്രില്യന്റിനെ പറ്റി ഏറ്റവും പറയാനുള്ളത് എന്താ വെച്ചാൽ എനിക്ക് കോളേജിനേക്കാളും ചിലപ്പം ഇങ്ങനെ ഞാൻ കോളേജ് കഴിയാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു മെമ്മറീസ് വരാനായിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്കൊരു സ്ഥലത്തിനെ പറ്റി അത്രയും നമുക്ക് ഒരു മെമ്മറീസ് ഉണ്ടാവും. ബ്രില്യന്റിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു കോളേജിൽ കയറിയ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ. നമ്മൾ +2 കഴിഞ്ഞപാട് എനിക്ക് കോളേജിൽ കയറാൻ പറ്റിയില്ല, പക്ഷെ ബ്രില്യന്റ് കയറാൻ പറ്റിയെന്നൊരു സന്തോഷം എനിക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ബ്രില്യന്റ് പോയാൽ നമുക്കൊരു കോളേജിൽ കയറിയ അറ്റ്മോസ്ഫിയറും അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാവുക. കാരണം അവിടുത്തെ നമുക്കൊരു കോച്ചിങ് സെന്ററിൽ പോയൊരു അറ്റ്മോസ്ഫിയറേ അവിടെ ഉണ്ടാവില്ല. അത്രക്കും ഒരു നമ്മളെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് പറയാം. നമുക്ക് കഴിക്കാൻ കുറെ സ്ഥലങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ കേട്ടോ, ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ കുറെ സ്റ്റോളുകളുണ്ട്, ക്യാൻറ്റീൻ ഉണ്ട്,
എന്ന് വെച്ചാൽ കുറെ സ്ഥലങ്ങളുണ്ട്, സ്റ്റേഷനറി ഷോപ്പും അവിടെ അവൈലബിൾ അല്ലാത്തൊരു സാധനം ഉണ്ടോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും. പേസ്ട്രീന്റെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട്. ബ്രില്യന്റ് പഠിച്ച ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ആ സ്ഥലം അറിയായിരിക്കും. എനിക്ക് സ്ഥലത്തിന്റെ പേര് മറന്നുപോയി. ഒരു ഈ സ്വീറ്റ് ഫുഡ്സ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമില്ലായിരുന്നു ഉള്ളിലോട്ട്. അവിടെ ഇറ്റ് വാസ് വെരി ഗുഡ്. എന്ന് വെച്ചാൽ ഞാൻ അവിടെ പോകാത്തൊരു ദിവസം ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടെ ഷേക്ക് കിട്ടും, എല്ലാം കിട്ടും, എല്ലാം അവൈലബിൾ ആയിരുന്നു ആ സ്ഥലത്ത്. ഈവൻ നമുക്ക് വേറെ കുറെ സ്റ്റോളുകളും ഓപ്പൺ ആയിരുന്നു. പിന്നെ സ്റ്റേഷനറി ഷോപ്സ് ഉണ്ട്. നമുക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമേ വരില്ല. പക്ഷെ ഗേൾസ് ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും പുറത്തേക്ക്, ബോയ്സിനെക്കാളും ഗേൾസ് ഹോസ്റ്റൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ് കേട്ടോ. നമുക്ക് ക്യാമ്പസിൽ പുറത്തേക്ക് വെറുതെ ഒന്ന് പോകാനും പറ്റില്ല. അപ്പോഴേക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. ഇവൻ സെക്യൂരിറ്റി ഗാർഡ് നോക്കും, നമ്മൾ ഈ ID കാർഡൊക്കെ നോക്കും, നമ്മൾ എവിടെ പോയ ഫുഡ് കഴിച്ചു വരുന്നത്. ഇപ്പൊ അടുത്തുള്ള നമ്മളിപ്പോ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് നമ്മളിപ്പോ ഹണിക്കോംബാരാണെങ്കിൽ നമ്മൾ ഉള്ളിൽ തന്നെ നമുക്ക് ടിഫിൻ ബോക്സ് ഒക്കെ അവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ടിഫിൻ ബോക്സ് അവിടെ നിന്ന് കൊടുത്തിട്ട് അവര് നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരും. അതൊക്കെ ഫില്ല് ചെയ്തിട്ട്, ഫുഡൊക്കെ ഫില്ല് ചെയ്തിട്ട്. അപ്പം നമുക്കൊരിക്കലും ഈ പുറത്തേക്ക് ലഞ്ച് ബ്രേക്കിന് ഇറങ്ങേണ്ട കാര്യമില്ല ഗേറ്റിന്റെ. അപ്പൊ നമ്മളോട് ശരിക്കും സെക്യൂരിറ്റി അത് നോക്കും. അടുത്തുള്ള ഹോസ്റ്റലിലെ പിള്ളേരാണോ പുറത്തോട്ട് പോകുന്നത്, നടന്നു പോകാനുള്ള ദൂരത്തുള്ളവരാണോ പോകുന്നത് എന്നൊക്കെ നോക്കും. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് പുറത്ത് ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും വെറുതെ പുറത്ത് പോകുന്നത് നോക്കും. പക്ഷെ കുറച്ചും കൂടെ ഗേൾസ് ഹോസ്റ്റൽ, ഇപ്പം അടുത്തുള്ള ഹോസ്റ്റലാണെങ്കിൽ പോലും ഗേൾസ് ഹോസ്റ്റലിലാണ് കുറച്ചും കൂടെ സ്ട്രിക്ട്നെസ് ഉള്ളത്. നമ്മൾ രാത്രി തന്നെ നമ്മളോട് നമ്മുടെ വാർഡൻസ് ഒക്കെ വന്ന് നോക്കും നമ്മുടെ റൂമിൽ എല്ലാവരും ഉണ്ടോ. ആക്ച്വലി അതൊക്കെ ഒരു രീതിയിൽ നല്ല കാര്യമാണ്. കാരണം നമ്മളവിടെ പോയത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ പുറത്തു പോയി നടക്കാനൊന്നല്ലല്ലോ പോയത്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നോക്കുമ്പോൾ ഇറ്റ് വാസ് ഗുഡ്. ഓക്കെ, ഗുഡ്. അപ്പം ഹണികോമ്പിൽ അങ്ങനത്തെ കാര്യമാണ് പറയാനുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടായി ഹണികോമ്പിൽ. അങ്ങനെ ഇപ്പോഴും ടച്ചുള്ള കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഹണികോമ്പിൽ എനിക്ക് ഉണ്ടായത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. റിപ്പീറ്റ് ഇയർ കഴിഞ്ഞു. റിപ്പീറ്റ് ചെയ്യുമ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ഓരോ വർഷം കഴിയുമ്പോഴും ബ്രില്യന്റിൽ അതിന്റേതായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തിനേക്കാളും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതിപ്പോ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത്. പിന്നെയും കുറച്ചുകൂടെ സ്ഥലങ്ങൾ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും കുറച്ചും കൂടെ ഡിഫറെന്റ് ആയി, ഇച്ചിരിയും കൂടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഓരോ വർഷം തോറും ബ്രില്യന്റ് അത്ര ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവില്ലേ എന്ന് എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്. ശരിയാണ്, ഞാൻ സത്യം പറഞ്ഞാൽ ബ്രില്യന്റിൽ പോയി MBBSന് ചേർന്ന സമയത്തൊന്നും ഞാൻ അങ്ങനെ ബ്രില്യന്റിന്റെ ഇതൊന്നും വീഡിയോസ് ഒന്നും അങ്ങനെ കാണാറില്ലായിരുന്നു. പക്ഷെ ഈ ഒരു വർഷം മുന്നേ 2 വർഷം മുന്നേ ഞാൻ ബ്രില്യന്റിന്റെ ഒരു വീഡിയോ കണ്ടു. അപ്പോഴാണ് ഞാൻ കണ്ടപ്പം അവിടെ ബേക്കറിയും അവിടെ ആ ക്യാമ്പസ് പിന്നെയും നന്നായിട്ടുണ്ട്. എന്ന് വെച്ചാല് ഞാൻ തന്നെ പഠിച്ച കാലത്ത് ഞാൻ പറയുന്നുണ്ട് ഇത്രയും സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണ് അവിടെ നിന്ന്. ഇപ്പൊ അവിടെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു എന്താണ് പ്രത്യേക ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ ജീവിക്കുന്ന പോലെ തോന്നും. അത്ര സാധനങ്ങളുണ്ട് അവിടെ കഴിക്കാനും നമുക്ക് എൻജോയ് ചെയ്യാനും. സത്യം പറഞ്ഞാൽ ഒട്ടും നമുക്ക് സ്റ്റുഡൻസിന് മടുപ്പ് എത്താത്ത ഒരു രീതിയിൽ അവിടെ ഒരു കൊല്ലം നിൽക്കാം. അപ്പം ബ്രില്യന്റ് ആ ഒരു രീതിയിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോൾ കുറച്ചും കൂടെ മാറിയതുപോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയ സർപ്രൈസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കിട്ടിയ ഹോസ്റ്റൽ ഇതാ ഗൈസ്. എനിക്ക് കിട്ടിയത് മേരിഗോൾഡ് ആണ്. മേരിഗോൾഡ് ഹോസ്റ്റലിൽ എനിക്ക് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടിട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ റൂം നമ്പർ 1 ആയിരുന്നു. ഫസ്റ്റ് എന്നുള്ള റൂമിൽ എനിക്ക് കിട്ടി. എനിക്ക് നല്ല റൂംമേറ്റ്സ് ഉണ്ടായി. എനിക്ക് ഏറ്റവും നല്ലൊരു ഓർമ്മ തന്നൊരു ഹോസ്റ്റലായിരുന്നു മേരിഗോൾഡ്. എനിക്ക് ഇപ്പോഴും പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ തീർക്കാൻ പറ്റില്ല മേരിഗോൾഡിനെ പറ്റി. മേരിഗോൾഡ് ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല. മേരിഗോൾഡിൽ നല്ല നമ്മുടെ സ്റ്റേഷനറി പ്ലസ് ഇങ്ങനെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ ചെറിയ പാക്ഡ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. പിന്നെ അവിടെ ഒരു വലിയൊരു നടുമുറ്റം പോലത്തെ ഒരു സ്ഥലത്തിന്റെ ലൈബ്രറി ഉണ്ട്. പിന്നെ നമുക്കൊരു AC ഹാൾ ഉണ്ട് പഠിക്കാൻ വലിയ. ആ സമയത്ത് സത്യം പറഞ്ഞാൽ അതൊക്കെ നല്ലൊരു ഫെസിലിറ്റി കിട്ടിയതുപോലെ ബ്രില്യന്റ് എന്ന് തോന്നിയിട്ടുണ്ടായി. എനിക്ക് നല്ല ഫണ്ണായിട്ടുള്ള ഓർമ്മകളും ഉണ്ടായി, എല്ലാം ഉണ്ടായി. മേരിഗോൾഡ് വാർഡൻസ് വേർ സൂപ്പർ. എന്നുവെച്ചാൽ ഭയങ്കര നല്ല വാർഡൻസ് ആയിരുന്നു മേരിഗോൾഡിൽ ഉണ്ടായിരുന്നത്. നമുക്ക് എന്താ പറയാ, മോശം എക്സ്പീരിയൻസ് ഒരിക്കലും ആരും തന്നെ തന്നിട്ടില്ല. ഇനിയിപ്പോ ആരെങ്കിലും തന്നെ വഴക്ക് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും എന്തിനാണ് വഴക്ക് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു വഴക്കൊക്കെ ഉണ്ടായിട്ടുള്ളൂ. മേരിഗോൾഡിനെ പറ്റി പറയുമ്പം ഫുഡിനെ പറ്റി പറയാതെ ഒരിക്കലും നമുക്ക് നിർത്താൻ പറ്റൂല. മേരിഗോൾഡിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് വേറെ കുറെ ഹോസ്റ്റലിലേക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്തുള്ള കുറച്ച് ഗേൾസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലിലൊക്കെ മേരിഗോൾഡ് ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. മേരിഗോൾഡ് ഫുഡ് വാസ് ഓസം. എനിക്ക് തോന്നുന്നു എന്റെ വീട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്ത സ്ഥലം മേരിഗോൾഡ് ആയിരിക്കും എന്റെ ലൈഫിൽ. അത്രയും ബെസ്റ്റ് ഫുഡ്, ബെസ്റ്റ് മെനു ഒക്കെ ആയിരുന്നു മേരിഗോൾഡിൽ ഉണ്ടായിരുന്നത്. അവിടുത്തെ ഉച്ചക്കത്തെ ചോറും ആ ഫുഡൊക്കെ ഒന്ന് കഴിക്കണം. അവിടുത്തെ ഉച്ചക്കത്തെ ലഞ്ച് വാസ് സൂപ്പർ. സത്യം പറഞ്ഞാല് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ടായേ, നമുക്ക് തിങ്കളാഴ്ചകളിലാണ് ഈ വീക്ക്ലി എക്സാംസ് ഉണ്ടാവുക. അപ്പൊ ഈ ഉച്ചയ്ക്ക് ശേഷം എക്സാം ഉണ്ടാവുന്ന എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്താന്ന് വെച്ചാല്
ഈ മേരിഗോൾഡിൽ ഉച്ചക്ക് നമ്മൾ നല്ല സമാധാനത്തിൽ ഭക്ഷണം കഴിക്കില്ലേ, ഈ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ടേസ്റ്റ് ഉള്ള ഭക്ഷണം നമ്മളിങ്ങനെ എക്സാം ഉണ്ടല്ലോ എന്നാലോചിച്ച് വേഗം കഴിച്ചു വിടുന്നതിലും ഈ സുഖം എന്താണ്, നമ്മൾ എക്സാം ഒക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ട് നല്ല സുഖത്തിൽ ഭക്ഷണം ഉച്ചക്ക് കഴിക്കുന്നതിന്റെ ഒരു സുഖമില്ലേ, കാരണം ഇത്രയും ടേസ്റ്റ് ഉള്ള ഫുഡല്ലേ. പിന്നെ വേറെ കാര്യം വെച്ചാൽ തിങ്കളാഴ്ച ഫുഡ് ഓൾറെഡി ടേസ്റ്റ് ആയിരുന്നു മേരിഗോൾഡ്. അപ്പൊ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഉച്ചക്ക് ശേഷം എക്സാം ഉണ്ടാകുന്നത്. എനിക്ക് എപ്പോഴും ഉച്ചക്ക് മുന്നേ എക്സാം നമുക്ക് മാത്രമേ ഉള്ളൂ ഉച്ചക്ക് ശേഷം എക്സാം ഉണ്ടാവുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടത്. ഏറ്റവും വലിയൊരു സങ്കടം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അവിടെ കുറച്ചും കൂടെ മാസം നമുക്ക് കിട്ടേണ്ട ഒരു സമയത്തിന് മുന്നേ നമുക്ക് കൊറോണ വന്ന് അവിടുന്ന് പോവേണ്ടി വന്നു. അതായിരിക്കും മേ ബി ലൈഫിൽ ഉണ്ടായ ഒരു വലിയൊരു സങ്കടം. കാരണം അന്ന് നമുക്കൊരു ഫ്രണ്ട്സിനോട് മര്യാദയ്ക്ക് ഒരു ടാറ്റ ബൈ ബൈ പറയാണ്ട് നമ്മൾ പോയി. അപ്പൊ അതിൽ നല്ല സങ്കടമുണ്ട്. എന്താണെങ്കിൽ നല്ലൊരു ഓർമ്മയും നല്ല റൂമും എല്ലാ രീതിയിലും നല്ല സ്റ്റാഫും എവറിത്തിങ് വാസ് ഗുഡ്. ഓക്കെ, അവിടുത്തെ എല്ലാവരും നല്ലായിരുന്നു. നമുക്ക് അവിടെ ലോണ്ടറി സർവീസസ് അവൈലബിൾ ആണ്. അതിപ്പം നമുക്ക് ഹണി കോമ്പിലാണെങ്കിൽ മേരിഗോൾഡ് ആണെങ്കിലും ഒക്കെ നമുക്ക് ലോണ്ടറി കൊടുക്കാം. നമുക്ക് അലക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ശരിക്കും കുട്ടികൾ തന്നെയാണ് അലക്കാറ്, പക്ഷെ അവിടെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ അലക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചേച്ചിമാർ നമ്മൾ പൈസ കൊടുത്താൽ മതി, അവര് അലക്കി തരും. നമ്മൾ രാവിലെ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അലക്കി വെച്ചിട്ടുണ്ടാവും. നമ്മളത് വിരിക്കുന്ന മാത്രം നമ്മൾ ചെയ്താൽ മതി. മേരിഗോൾഡിലേക്ക് പറഞ്ഞാൽ നമുക്ക് ബ്രില്ലിന് നടന്നു പോയാൽ മതി. ബസ്സിന് പോകേണ്ടി, ഞാൻ പറഞ്ഞില്ലേ ഹണി കോമ്പിലേക്ക് നമ്മൾ ബസ്സിലേക്ക് പോകേണ്ടിയിരുന്നു. മേരിഗോൾഡ് ബ്രില്ലിന് തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ച് നടന്നാൽ മതി. ബ്രില്ലിയനിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നാൽ മതി. സോ അങ്ങനത്തെ മെയിൻ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നാൽ മതി. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു എന്റെ ബ്രില്യൻ ഓഫ്ലൈൻ എക്സ്പീരിയൻസ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നത്, ഡയറക്ടേഴ്സ്. ബ്രില്യനിലെ ഡയറക്ടേഴ്സിനെ പറ്റി പറയാൻ തുടങ്ങിയാൽ പിന്നെ തീരില്ല. കാരണം അത്രയും നല്ല ഡയറക്ടേഴ്സ് ആണ് ബ്രില്യനിലുള്ളത്. അതിപ്പം ഞാൻ മുന്നേ പോയ സെന്റേഴ്സ് ആണ്, ഞാൻ വേറെ പോയ സെന്റേഴ്സ് ആണെങ്കിലൊക്കെ തന്നെ ഡയറക്ടേഴ്സ് ഒക്കെ നല്ലതാണ് കേട്ടോ എല്ലായിടത്തും. പക്ഷെ ഇവിടുത്തെ ഡയറക്ടേഴ്സ് പറഞ്ഞാൽ നമുക്ക് ഹോസ്റ്റൽ ഇൻചാർജ് ആയ ഒരു ഡയറക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഈ ബ്രില്യനിൽ ഹോസ്റ്റൽ ഇൻചാർജ് ആയിട്ടൊരു ഡയറക്ടർ ഉണ്ടാവും, നമ്മുടെ ബാച്ച് ഇൻചാർജ് ആയ ഒരു ഡയറക്ടർ ഉണ്ടാവും. ബ്രില്യനിൽ 4 ഡയറക്ടേഴ്സ് ഉണ്ട്. അതിൽ ഇപ്പം ഞാനിപ്പം മേരിഗോൾഡിൽ പഠിക്കുമ്പോൾ നമുക്കൊരു മേരിഗോൾഡ് ഇൻചാർജ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഉണ്ടാവും, ഈ 4 പേരിൽ ഒരാൾ. പക്ഷെ ആ ഡയറക്ടറിനാവണമെന്നില്ല നമ്മുടെ ബാച്ച് ഇൻചാർജ് ആയിട്ട് നമ്മള് ക്ലാസ് പോകുന്നില്ല, ആ ക്ലാസ്സിന് ഇൻചാർജ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആ ഒരു ഡയറക്ടർ ആവണം എന്നില്ല. ശരിക്കും കുറച്ചും കൂടെ പരിചയമുള്ളത് 3 ഡയറക്ടേഴ്സിനാണ്. ഇതിൽ ഒരാളെ എനിക്ക് അത്ര പരിചയമില്ല. പക്ഷെ ബാക്കി ഈ 3 ആളും തന്നെ ഭയങ്കര നല്ലായിരുന്നു. ഭയങ്കര നമ്മളൊരു കാര്യം ഏറ്റെടുത്താൽ അത് അത്രയും നല്ല വൃത്തിക്ക് ചെയ്യാന്ന് പറയില്ല, അതിന് എക്സാമ്പിൾ ആണ് ഇവര്. കാരണം ഒരു ഹോസ്റ്റലിന്റെ കാര്യം ഇവർ ഏറ്റെടുത്താൽ ആ ഹോസ്റ്റലിൽ എന്നും വന്ന് മീറ്റിംഗ് നടത്തി നമ്മുടെ ക്വയറീസ് ഒക്കെ ചോദിച്ച് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് ഈ വീക്ക്ലി ആയിട്ട് നടത്തുമ്പോൾ നമുക്ക് കുറെ എക്സാംസിന്റെ റിസൾട്ട് ഒക്കെ ഉണ്ടാവില്ല, അത് ആ ഹോസ്റ്റലിന് അവര് പിന്നെയും പ്രൈസ് ആയിട്ടൊക്കെ തരും. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. കാര്യം നമുക്ക് എല്ലാ ആഴ്ച അവർ വരണമെന്നില്ല, പക്ഷെ വരുന്ന സമയത്ത് ഇവര് ആ 2-3 ആഴ്ച കഴിഞ്ഞ് നടന്ന എക്സാംസിൽ ഉണ്ടായ അതൊക്കെ നമ്മളൊന്നും അറിയേണ്ടവർ ഓൾറെഡി ഈ നമ്മുടെ അവിടുത്തെ സ്റ്റാഫുകൾ, നമ്മുടെ അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ ഇത് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടാവും. ഈ ഹോസ്റ്റലിൽ നിന്ന് ആർക്കൊക്കെയാണ് റാങ്ക് കിട്ടിയത്, ഏതൊക്കെ ബാച്ചിലാണ് കിട്ടിയതെന്നൊക്കെ നോക്കി വെച്ച് ഇവർക്കൊക്കെ പ്രൈസ് കൊടുക്കും ഈ ഹോസ്റ്റലിൽ വന്നിട്ട്. അത് നമുക്ക് സത്യം പറഞ്ഞാൽ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. ആ ഒരു എഫേർട്ട് എനിക്ക് ശരിക്കും നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടതാണ്. കാര്യം ഇത്രയും ഹോസ്റ്റൽസിൽ അവർ പോകണം, ഇത്രയും ബാച്ചസിൽ അവർ കയറണം. എല്ലാ തിങ്കളാഴ്ച എക്സാം കഴിഞ്ഞാലും ഒന്നെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഇവർ വന്നിട്ട് അന്നത്തെ റിസൾട്ട് ആ തിങ്കളാഴ്ച നടന്ന എക്സാമിന്റെ റിസൾട്ട് വായിച്ചിട്ട് ബാച്ചിൽ വന്നിട്ട് ഇവർ ക്യാഷ് പ്രൈസസ് തരും. നമുക്ക് ഇത്രയും റാങ്കിന് ക്യാഷ് പ്രൈസസ് കൊടുക്കും, ഇത്രയും റാങ്കിന് A+ ഏതൊക്കെയാന്ന് വിളിച്ചു പറയും. സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ഇന്ന് വന്നു കഴിഞ്ഞിട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതൊന്നുമില്ല, അവരുടെ സംസാരം കേൾക്കുന്നതല്ല ശരിക്കും നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. ഞാൻ അവരുടെ സംസാരം കേട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അവരുടെ സംസാരം കേൾക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. എനിക്ക് റാങ്ക് ഉണ്ടോ അതൊന്നും ഞാൻ ചിന്തിക്കില്ല, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അവരുടെ സംസാരം കേൾക്കാൻ. അത് നമ്മൾ കുറെ മോട്ടിവേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്റെ ഏറ്റവും വലിയ ബ്രില്യന്റ് ഓർമ്മ വേറെ ഒന്ന് എന്താന്ന് വെച്ചാൽ ഈ കോയിൻ ബോക്സ് ഉണ്ടാവില്ലേ, നമുക്ക് ഈ ടെലിഫോൺ കോയിൻ ബൂത്തല്ലേ നമ്മൾ ഈ കോയിൻ ഇട്ടിട്ട് ഫോൺ വിളിക്കുന്ന ഒരു സമ്പ്രദായമല്ലേ, അതുണ്ടായി. അപ്പം അതിങ്ങനെ ഓരോ ഫ്ലോറിലും തന്നെ കുറെ ഫോൺ ഉണ്ടാവും. എന്ന് വെച്ചാൽ 3-4 ഫോൺ ഓരോ ഫ്ലോറിൽ തന്നെ ഓരോ ബ്ലോക്കിലും ഉണ്ടാവും. നമുക്ക് 4 ബ്ലോക്ക് അവിടെ ഉണ്ട്, എ ബ്ലോക്ക്, ബി ബ്ലോക്ക്, സി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, പിന്നെ NX, അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ ഓരോ ഫ്ലോറിലും ടെലിഫോൺ ഈ കോയിൻ ബോക്സ് ഉണ്ടാവും. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ അടുത്ത് ചാക്ക് കണക്കിന് കോയിൻ ഉണ്ടായി വീട്ടിൽ വിളിക്കാൻ. ഞാൻ രാവിലെ നിർബന്ധമായിട്ട് ഇത്രയും വീട്ടിൽ വിളിക്കാൻ വേണ്ടി ഞാൻ വേഗം സെന്ററിലേക്ക് വരും. അപ്പം ഇതൊക്കെ നല്ലൊരു ഓർമ്മയായിരുന്നു കേട്ടോ. എനിക്ക് ആഴ്ചക്ക് നമുക്ക് ഫോൺ തരും ഈ ഹോസ്റ്റലിൽ നിന്ന്. ആഴ്ചക്ക് ഇത്ര ദിവസങ്ങളും എനിക്കൊന്ന് 1.5 നൈറ്റ് ആയിരുന്നു തോന്നി തരാറ്, എനിക്കത് ഓർമ്മയില്ല. അല്ലെങ്കിൽ വീക്ക്ലി 3 ദിവസം കണ്ടായിരുന്നു തരാറ്. അപ്പം അതും 1 മണിക്കൂർ അങ്ങനെ നമുക്ക് രാത്രിയുള്ള ബ്രേക്ക് ഉണ്ടാവില്ലേ, ആ സമയത്താണ് തരിക. അപ്പം എനിക്കത് പോലെ എനിക്ക് ഡെയിലി വീട്ടിൽ വിളിക്കണം. ഞാൻ അത്യാവശ്യം നല്ല ഹോം സിക്ക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഡെയിലി വീട്ടിൽ വിളിക്കാൻ വേണ്ടി ഞാൻ എന്ന് രാവിലെ പോയി കോയിൻ ബോക്സ് പോയിട്ട് വിളിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടായി.
എന്നിട്ട് ഈ ക്ലാസ് ആകുമ്പോഴേക്കും വേഗം ഓടിച്ചില്ല. ക്ലാസ്സിന് 5 മിനിറ്റിന് മുന്നേ ബെല്ലടിക്കുമ്പോഴേക്കും ഞാൻ ഓടും. അതൊക്കെ സത്യം പറഞ്ഞാല് ബ്രില്യന്റ്. നമുക്ക് ആ ഒരു ക്യാമ്പസ് ഒരു നല്ല എന്താണ്, നമുക്ക് ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള സംഭവം തരാത്ത നമുക്ക് ഇതൊക്കെ ഒരു ആവേശമാണ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഇതൊക്കെ നല്ല ഓർമ്മയായിരുന്നു ഞാൻ എന്റെ ബ്രില്യന്റിന്റെ ഓർമ്മകളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം അങ്ങനെയാണ്. പിന്നെ ഡയറക്ടേഴ്സിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത്. അപ്പൊ അത്രയൊക്കെ തന്നെ. ഇനിയിപ്പോ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിൽ എല്ലാവരും തന്നെ നല്ലൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ആളുകളായിരുന്നു. എനിക്കവിടെ നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആളുകളില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നെഗറ്റീവ് ആയിട്ട് എല്ലാ സ്ഥലത്തും ആളുകളുണ്ടാവും. അപ്പം അതല്ലാതെ വേറെ എനിക്ക് തോന്നും, ഈവൻ നമ്മുടെ കുട്ടികളാണെങ്കിലും ആരും സ്ട്രെസ്ഡ് ഔട്ട് അല്ലല്ലോ. അപ്പൊ നമ്മളൊരു കോളേജിലൊക്കെ പഠിക്കുന്ന പോലെ നല്ലൊരു യൂണിറ്റിയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായി ബാച്ചുകളിൽ നിന്നൊക്കെ. ഇപ്പോഴും എനിക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോഴും റീറിപ്പീറ്റ് ചെയ്യുമ്പോഴുള്ള ഫ്രണ്ട്സ് ഇഷ്ടംമാതിരി ഉണ്ട്. പ്രത്യേകിച്ച് റീറിപ്പീറ്റ് ചെയ്യുമ്പോഴുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും ഞാൻ ആ ബോണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും ഇപ്പൊ എന്റെ കോളേജിലുള്ള ഫ്രണ്ട്സിന്റെ ഏകദേശം ആ ഒരു ലെവലിൽ തന്നെ എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് വരുന്നുണ്ട്. പിന്നെ സൂപ്പർ റിപ്പീറ്റ് ചെയ്യുമ്പോഴുള്ള ബ്രില്യന്റ് എക്സ്പീരിയൻസ് എനിക്ക് അധികം പറയാനില്ല. കാരണം ഞാൻ അത്ര ബ്രില്യന്റിന്റെ ഇതൊന്നും ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിലായതുകൊണ്ട് ഞാൻ മെയിൻലി സെൽഫ് സ്റ്റഡി തന്നെയായിരുന്നു ചെയ്തത്. ഞാൻ ക്ലാസ്സസ് ഒന്നും കേൾക്കാറില്ല. കാരണം സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് പിന്നെയും ക്ലാസ് ബ്രില്യന്റ് കേൾക്കേണ്ട കാര്യമില്ല. കാരണം ഇത്രയും ക്ലാസ്സസ് ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കേട്ട്. സോ അതിന്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ഞാൻ എക്സാംസ് ഒക്കെ എഴുതാറുണ്ടായിരുന്നു. എക്സാംസ് ഒക്കെ ഓൾമോസ്റ്റ് നല്ല എക്സാംസും നല്ല റാങ്ക് ഒക്കെ നമുക്ക് നോക്കാൻ പറ്റില്ല. അപ്പം എക്സാംസ് ഒക്കെ വാസ് ഓക്കെ കേട്ടോ. പിന്നെ ഉള്ളത് എന്താണ്, എനിക്ക് ബ്രില്യന്റ് വേറെ ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ കൊറോണ ഇവിടേക്ക് വന്ന സമയത്തും പിന്നെ സൂപ്പർ റിപ്പീറ്റ് സമയത്തും ഒക്കെ നമ്മൾ ഈ ഓൺലൈൻ ആയിട്ട് അന്നേരമാണ് ആദ്യമായിട്ട് വന്ന് തുടങ്ങുന്നത്. അതുവരെ ഓഫ്ലൈൻ അല്ലേ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ. കൊറോണ വന്നതിന് ശേഷമല്ലേ ഈ ഓൺലൈൻ സമ്പ്രദായമൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ കൊറോണ വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്നതിന് ശേഷം നമ്മൾ വിചാരിക്കും ഇവർ എക്സാമിന്റെ കാര്യത്തിലൊക്കെ മോശമാവും. പക്ഷെ ഇവർ ഈ സാധനങ്ങളൊക്കെ ഓൺലൈനായിട്ട് കണ്ടിന്യൂ ചെയ്തോണ്ടപ്പോ എനിക്ക് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇപ്പൊ അത് കിട്ടുന്നത് നിങ്ങൾ നോക്കണ്ട. പക്ഷെ ഈ കൊറോണ വന്ന സമയത്ത് ആദ്യമായിട്ടാണ് അവർ ഈ ഓൺലൈൻ ആയിട്ടുള്ള സംഭവങ്ങളോടൊക്കെ എക്സ്പോസ്ഡ് ആവുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ അവരിത് ഡീൽ ചെയ്തത് വാസ് വെരി ഗുഡ്. എന്ന് വെച്ചാൽ അത്രയും ആ ക്ലാസ്സസ് ഒക്കെ കറക്റ്റ് അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ആ ക്ലാസ്സസ്, റിവിഷൻ ക്ലാസ്സസ് അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താ പറയാ എല്ലാം അവർ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം അവർ അതിനനുസരിച്ച് അവിടെ സ്റ്റുഡിയോസ് ഒക്കെ സെറ്റ് ചെയ്ത് ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. എക്സാംസ് ഒക്കെ പക്കയായിട്ട് അവര് കണ്ടിന്യൂ ചെയ്തു പോയി. വേറെ കാര്യം എന്താ വെച്ചാല് കറക്റ്റായിട്ട് അപ്പൊ തന്നെ അവരെങ്ങനെ ഇതിന് ഈ ഒരു ഫെസിലിറ്റീസും ഈ ഒരു ആപ്പുകളും ഒക്കെ ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ നീറ്റിന്റെ കുറച്ച് മുന്നത്തേക്ക് ഇവര് കുറച്ച് പേപ്പേഴ്സ് നമുക്ക് മെയിലായിട്ട് അയക്കും. അതായത് ഈ ഒരാഴ്ച ഈ ഒരു ദിവസം നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന 1ാമത്തെ പേപ്പർ ചെയ്യണം, പിന്നെ അടുത്ത ദിവസം 2ാമത്തെ പേപ്പർ ചെയ്യണം. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവർ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പം വീക്ക്ലി ആയിട്ട് ഓരോരുത്തർ ഓരോ പേപ്പർ എല്ലാവരും വീട്ടിലിരുന്ന് ചെയ്യണം. അവർ പോസ്റ്റലായിട്ട് അയക്കും. വിത്ത് OMR അവരയക്കും. ആ ഒരു കാര്യം അന്ന് എനിക്ക് ഭയങ്കര സൂപ്പർ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര തോന്നില്ല. കാരണം ആ ഒരു കഴിഞ്ഞ വർഷം അവർ ചെയ്തല്ലോ ഞാൻ റീറിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ റീറിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് നമ്മൾ കൊറോണ വന്ന് വീട്ടിൽ വന്നപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര വലുതായി തോന്നിയിട്ടുണ്ടായി. സത്യം പറഞ്ഞാൽ അവർ അത്യാവശ്യം നല്ല എഫേർട്ട് ഇടുന്നുണ്ട് ഈ കാര്യത്തിലൊക്കെ. അപ്പം ബ്രില്യന്റിനെ പറ്റി ഞാൻ പറയാം, എനിക്ക് പറയുകയാണെങ്കിൽ നെഗറ്റീവായിട്ട് പറയാൻ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറയാം. എനിക്ക് ആകെ കുറച്ച് നെഗറ്റീവായി തോന്നി അവിടുത്തെ എല്ലാ സാറന്മാരും ഒരേപോലെയല്ല. നമുക്ക് ഈ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസ് എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. ചില ആളുകൾ കുറച്ച് പുറത്തുനിന്നൊക്കെ എടുക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ആളുകളുടെ ക്ലാസ് വളരെ മോശമായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ ഫാക്കൽറ്റീസിന്റെ കാര്യമാണ്. അത് അഡ്മിനിസ്ട്രേഷൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും തന്നെ കുറച്ചും കൂടെ അത് അന്ന് എനിക്ക് നോക്കണം തോന്നുന്നുണ്ടായി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ബ്രില്യന്റെ സിറ്റുവേഷൻ എന്താ എനിക്കറിയില്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പം എനിക്കുണ്ടായ സിറ്റുവേഷൻ ആണ് പറയുന്നത്. ഇപ്പൊ ആ ഫാക്കൽറ്റീസ് ഒന്നും അവിടെ ഇല്ല. അത് വേറെ കാര്യം. ആ കാര്യത്തിൽ ഇപ്പം അതിപ്പം ബ്രില്യന്റ് ആണെങ്കിൽ ഏത് സെന്റർ ആണെങ്കിൽ നോക്കേണ്ട കാര്യമാണ്. അപ്പം ദാറ്റ്സ് ഇറ്റ്. ബ്രില്യന്റിനെ പറ്റി എനിക്ക് പറഞ്ഞു തീർന്നു എന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാനുണ്ടാവും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂറൊക്കെ എടുത്ത് പറഞ്ഞാലും എന്നാലും തീരുള്ള ഒരു ദിവസം തന്നെ വേണ്ടി വരും ബ്രില്യന്റിനെ പറ്റി പറയാൻ. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കണ്ടന്റ്സ് വേണമെങ്കിലോ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിലോ നിങ്ങൾ താഴെ കമന്റ് ബോക്സ് പറഞ്ഞാൽ മതി. കാരണം ഈ വീഡിയോ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ ഇത്രയും ചോദിച്ച കാര്യങ്ങൾക്ക് അനുസരിച്ച് ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്യാൻ വേണ്ടി Q&A ചെയ്യുന്നുണ്ട്. Q&A പാർട്ട് 1 പാർട്ട് 2 ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ബ്രില്യന്റിന്റെ കാര്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ച് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബ്രില്യന്റിന്റെ വീഡിയോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. സോ അതേപോലെ നിങ്ങൾക്ക് എന്താ ആവശ്യം അതിനനുസരിച്ചാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എന്ത് വീഡിയോസ് ആണ് വേണ്ടതെന്ന്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.